ഓക്കെ. ഓക്കെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മള് മെക്സവൻ എന്ന ഒരു സംരംഭത്തിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ പോണത്. നിങ്ങളെല്ലാവരും അത് ചെയ്യാനുള്ള ആ ഒരു ഒരുക്കത്തിലാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആഴ്ചവട്ട സ്കൂളിൽ ഒരു ട്രെയിനറാണ്. അപ്പൊ അതിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഇതെന്ന് പറയുമ്പം മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ, അതാണ് മെക്സവൻ. ഇത് വിവിധ വ്യായാമങ്ങളുടെ ഒരു സംയോജിത രൂപമാണ്. ഇതിൽ എയറോബിക് ഉണ്ട്, സിമ്പിൾ യോഗ ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് ഉണ്ട്, അക്യുപ്രഷർ ഉണ്ട്, ഫേസ് മസാജിങ് ഉണ്ട്. ഇതിൽ 21 തരം, 7 കൂടി ഉൾപ്പെട്ട 21 തരം എക്സസൈസ് ആണ് ഇത് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യാന്ന് പറയുമ്പോൾ 1700 പരം ബോഡി മൂവ്മെന്റ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കും. ഡെയിലി അരമണിക്കൂർ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ 1700 പരം ബോഡി മൂവ്മെന്റ്സ് ആണ് ഇതിൽ ഉണ്ടാവുന്നത്. ഇത് ഇപ്പൊ നമ്മള് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് തന്നെയാണ്. പ്രഷർ, ഷുഗർ എന്ന് വേണ്ട പലവിധ രോഗങ്ങൾ കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഇതിപ്പോ ചെയ്തു വന്നപ്പം ഒരുപാട് പേര് പറയണ എന്താ വെച്ചാൽ അവർക്കൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഷുഗർ വന്നവർക്ക് അത് മാറ്റമുണ്ട്, നല്ല ഷുഗർ ഉള്ളവരൊക്കെ ഒരുപാട് കുറഞ്ഞു, കുറച്ചുള്ളവർ തീരെ ഇല്ലാതായി. പിന്നെ പ്രഷറും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ നോർമലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് അങ്ങനെ ഇത് ചെയ്ത് ശീലാക്കി കഴിയുമ്പോൾ ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ വേണ്ടി സാധിക്കും. ഇത് 2012 ജൂലൈയിൽ ഇത് ആദ്യം തുടങ്ങിയിട്ടുണ്ട്. സലാഹുദ്ദീൻ സാർ എന്ന് പറഞ്ഞ ഒരു മിലിറ്ററിയിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിലാണ് അദ്ദേഹം ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. ആകെ 10-25 പേര് വെച്ച് തുടങ്ങിയതാണ്. പിന്നീട് അദ്ദേഹത്തിന് തോന്നിയതാണ് ഇത് കുറച്ച് പേര് പോരാ, ഒരുപാട് പേര് ഇത് ചെയ്യണം. അപ്പൊ അത് നമുക്കതൊരു രോഗശമനത്തിന് നല്ലതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും അതൊരു തുറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നീട് 2022 വീണ്ടും ഒരു വേറൊരു ബാവ പറഞ്ഞ ഒരാള്, അറക്കൽ ബാവ, അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വീണ്ടും അവിടെ തുടങ്ങി. അദ്ദേഹത്തെ ബ്രാൻഡ് അംബാസഡർ ആക്കി. അങ്ങനെ ഇപ്പോഴത് 1500 പരം ബ്രാഞ്ചസ് ആയി. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ട്, ഗൾഫിൽ വരെ ഉണ്ട്. ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ തന്നെ, മെയിനായിട്ട് അസുഖങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളാണ്. ഇത് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ജമ്പിങ് ജാക്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ ജമ്പിങ് ജാക്സിൽ നമ്മള് ഫിംഗർ വെച്ചിട്ട്, ആ ഫിംഗറിലുള്ള ആദ്യത്തെ കാലിന്റെ ഫിംഗറിനാണ് ആദ്യം നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഫിംഗറൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു 50 ടൈംസ് ഓരോ സൈഡും, ഫ്രണ്ട്, സൈഡ്, ബാക്ക്, ലെഫ്റ്റ് സൈഡ്, വീണ്ടും ഫ്രണ്ട്, അങ്ങനെ 10 വീതം നമ്മൾ ഫിംഗർ വെച്ച് ചാടി നമ്മുടെ ശരീരത്തിനെ ഒന്നായിട്ട് ആദ്യം വാം ചെയ്തെടുക്കുകയാണ്. വാം ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ആംഗിൾ റൊട്ടേഷൻ ആണ്. ആംഗിൾ റൊട്ടേഷൻ നമ്മൾ ഞെരിയാണിയുടെ ഭാഗം നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. ആദ്യം ലെഫ്റ്റിലേക്കും പിന്നെ റൈറ്റിലേക്കും. അതോടെ കാല് കംപ്ലീറ്റ് ഇളകാണ്, കാലിന്റെ ഫിംഗേഴ്സ് ഒക്കെ ഇളകാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് ആംഗിൾ റൊട്ടേഷൻ ആണ്. ആംഗിൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ മുട്ടുകാലിനാണ് അടുത്ത എക്സസൈസ് കൊടുക്കുന്നത്. മുട്ടുകാല് ആദ്യം ഇടത് ഭാഗത്തേക്ക് ഒരു റാ വരയ്ക്കുക. അത് കഴിഞ്ഞ് വലത് ഭാഗത്തേക്ക് 10 പ്രാവശ്യം, രണ്ടും 10 പ്രാവശ്യം വീതം. എല്ലാ എക്സസൈസും 10 പ്രാവശ്യം വീതമാണ്. അങ്ങനെ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ഹിപ്പിനാണ്, ഊരക്കാണ് പിന്നെ വേണ്ടത്. ആ ഊരക്കുള്ളതും അതുപോലെ തന്നെ ഇടത് സൈഡിലേക്ക് 10 പ്രാവശ്യം, വലത് സൈഡിലേക്ക് 10 പ്രാവശ്യം. അത് കഴിഞ്ഞ് പിന്നെ ഹെഡ് റൊട്ടേഷൻ ആണ്. ഈ ഹെഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും ഇയർ ബാലൻസിങ്ങിന്റെ പ്രശ്നമുള്ളവരാണ്. ഈ ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ്. നമ്മൾ ഇത് വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരാ ഈ എക്സസൈസ് ആണ്. ഒരു 5 ദിവസത്തേക്ക് ടാബ്ലറ്റും തരും, പിന്നെ എക്സസൈസ് ചെയ്യാനാണ് പറയാ. ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുകയേ ഇല്ല. അതും ഈ പറഞ്ഞ പോലെ ഇടത് ഭാഗത്തേക്ക് 5 പ്രാവശ്യം നമ്മൾ
ചെവി ഷോൾഡർ തട്ടി ബാക്കിൽ കറക്കി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ബാക്ക് അങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. അത് 5 പ്രാവശ്യം 2 ഷോൾഡറിലും ചെവി ഇങ്ങനെ തട്ടണം കറക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ പറയുമ്പോൾ താഴേക്കും മുകളിലേക്കും തല 5 പ്രാവശ്യം പൊക്കി താഴ്ത്തി വീണ്ടും റൈറ്റ് സൈഡ് അതുപോലെ വീണ്ടും ചെയ്യുക. പിന്നെ അത് ബാലൻസ് ചെയ്യാൻ വീണ്ടും അപ്പ് ആൻഡ് ഡൗൺ 5 പ്രാവശ്യം പറയും. അത് നിങ്ങളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതല്ല എങ്കിൽ നിങ്ങൾ വീഡിയോസ് ഉണ്ട്, വീഡിയോസ് കണ്ടിട്ട് അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇതിൽ കണ്ണടച്ചിട്ടാണ് ഈ ഹെഡ് റൊട്ടേഷൻ ചെയ്യേണ്ടത്. അത് കണ്ണ് തുറന്ന് ചെയ്യുമ്പോൾ ചിലർക്ക് തല കറങ്ങും, കണ്ണടച്ച് ചെയ്യുമ്പോൾ ചിലർക്ക് തല കറങ്ങുമ്പോൾ കണ്ണ് തുറന്നിട്ട് ചെയ്യാം. അല്ലാതെ എല്ലാവരും കണ്ണടച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതിൽ ബുദ്ധിമുട്ടുള്ളവർ മാത്രം കണ്ണ് തുറന്നിട്ട് ചെയ്യാം. പിന്നെ തുടങ്ങുന്ന എക്സസൈസ് എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് ആണ്. ഇത് നമ്മൾ എത്രത്തോളം ശ്വാസം നമ്മൾ അകത്തേക്ക് എടുക്കുന്നോ അത് അത്രയും നമുക്ക് നല്ലതാണ്. എന്നിട്ട് അത് അങ്ങനെ തന്നെ പുറത്തേക്ക് വിടാം. അത് നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കണം, വായിൽ കൂടെ പുറത്തേക്ക് വിടണം. മറ്റുള്ള യോഗ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് മൂക്കിൽ കൂടെ വിടാൻ എന്നാണ് പറഞ്ഞു തരാം. അപ്പൊ ഇതിൽ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല പറയണത്. മൂക്കിൽ കൂടെ നല്ലോണം ശ്വാസം അകത്തേക്ക് എടുക്കുക, എന്നിട്ട് വായിൽ കൂടാണ്. അത് നല്ല സൗണ്ടോട് കൂടിയിട്ട് തന്നെ എന്ന് പറഞ്ഞെടുത്തിട്ട് ആ സൗണ്ടോട് കൂടെ തന്നെ പുറത്തേക്ക് വിടുക. അതുകൊണ്ട് നമ്മൾ വയറൊക്കെ ശരിക്കും ഇങ്ങനെ ഉള്ളോട്ടേക്ക് പോകും നമ്മളിതിങ്ങനെ ചെയ്യണ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിൽ ഫസ്റ്റ് തന്നെ സൈഡ് ബെൻഡ് ആണ് പറയണത്. സൈഡ് ബെൻഡ് 1, 2, 3, 10 വരെ പറയുമ്പോൾ 2 സൈഡും മാറി മാറിയാണ് ചെയ്യണത്. 1 ഒരു സൈഡ് ലെഫ്റ്റ്, പിന്നെ റൈറ്റ്. ഇതിൽ എല്ലാ എക്സസൈസും ലെഫ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ ശരിക്കും ബെൻഡ് ചെയ്യണം. ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വാരി ഭാഗം ഇങ്ങനെ ശരിക്കും വളഞ്ഞു വരണം. അപ്പോൾ നമുക്ക് ആ ഒരു ബോഡിയുടെ ആ ഒരു സ്ട്രെച്ചിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. കുറെ കാലം ചെയ്യുമ്പോൾ പെട്ടെന്ന് വരൂല. ഒരു 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ബോഡി നല്ല ഫ്ലെക്സിബിൾ ആകും. അത് ചെയ്ത് എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഹാൻഡ് സ്വിങ് ആണ്. ഹാൻഡ് സ്വിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ വെയിറ്റ് എടുക്കും, വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ എടുക്കൂല കൈ കൊണ്ട്, അതിങ്ങനെ എടുത്ത് പൊക്കണ ആ ഒരു ബലത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അത് മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഭാരം കയ്യിൽ ഉയർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നണം. കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് പൊക്കണം. അപ്പോൾ ആ ഹാൻഡ് സ്വിങ് ആണ് അടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡസ് ഫിംഗർ ഫോർ ഹെഡ് എന്നാ പറയുന്നത്. അത് 2 ഫിംഗർ നമ്മൾ 2 ചൂണ്ടുവിരൽ മുന്നോട്ട് വെച്ച് ബാക്കി ഫിംഗർ ലോക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമ്മളൊരു വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ എടുക്കണ പോലെ തന്നെ 2 കൈയും അങ്ങോട്ട് പൊന്തിച്ചിട്ട് മെല്ലെ താഴ്ത്തണം. ഇതില് 2 കൈയുടെ മസിലും നമ്മുടെ 2 കൈയുടെ മസിലും ചെവിന്റെ മുകളിൽ ഇങ്ങനെ തട്ടണം നമ്മളിങ്ങനെ പൊക്കുമ്പോൾ. അതേപോലെ തന്നെ മെല്ലെ താഴ്ത്തുകയും വേണം. അത് 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിയുമ്പോൾ ഫിംഗർ ലോക്കാണ്. ഫിംഗർ ലോക്ക് പറയുമ്പോൾ നമ്മൾ ശരിക്കും എല്ലാ ഫിംഗറും ലോക്ക് ചെയ്യുക. എന്നിട്ട് അത് ഇതുപോലെ തന്നെ നല്ലോണം പൊക്കുമ്പോൾ ഇതേപോലെ 2 കൈയുടെ മസിലും ചെവിയുടെ മുകളിൽ നല്ലോണം തട്ടണം. അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ വെറുതെ ഇങ്ങനെ കൈ പൊക്കിയത് കൊണ്ട് നമുക്കൊന്നും കിട്ടൂല. ഈ പൊക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്ട്രെച്ച് ചെയ്ത് ശ്വാസം ഇങ്ങനെ നല്ലോണം ഉള്ളോട്ടെടുത്ത് താഴേക്ക് കൈ താഴ്ത്തുമ്പോൾ സൗണ്ടോട് കൂടി പുറത്തേക്ക് വായിക്കൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യണം. പിന്നെ അത് കഴിയുമ്പോൾ ഹാൻഡ്സ് ലോക്ക് ആണ്. ഹാൻഡ്സ് ലോക്ക് പറയുമ്പോൾ നമ്മളിങ്ങനെ കൈ കെട്ടിയിരിക്കൂലേ, കൈ കെട്ടിയിരിക്കുന്ന പോലെ കൈ കെട്ടിയിട്ട് ആ കൈയുടെ നമ്മുടെ എത്രത്തോളം തലയുടെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ തലേന്റെ മുകളിലേക്ക് ആ കൈയിനെ കൊണ്ടുപോകണം. എന്നിട്ട് അതേപോലെ മെല്ലെ താഴ്ത്തേം വേണം. അപ്പോഴും നമ്മൾ ശരിക്കും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. പിന്നെ വരുന്നത് ഹാൻഡ്സ് ക്ലാപ്പ് എന്നുള്ളൊരു ഇതാണ്. ആ ഹാൻഡ്സ് ക്ലാപ്പിൽ നമ്മൾ ശരിക്കും കൈ ഉയർത്തി ഒരു ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 തള്ളവിരൽ ലോക്ക് ചെയ്യണം. 2 തള്ളവിരൽ ലോക്ക് ചെയ്ത് ശ്വാസം വിട്ടോണ്ട് കാലിന്റെ പാദങ്ങൾ പോയി തൊടണം. താഴെ വരെ തൊടാം. ആദ്യം നമുക്ക് മുട്ടുകാല് വരെയൊക്കെ താഴാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ താഴേക്ക് വരാൻ പറ്റും. പിന്നെ നിലം തന്നെ നമുക്ക് തൊടാൻ കഴിയും. നിലത്ത് തന്നെ കൈവച്ച് പിന്നെ മെല്ലെ പൊങ്ങാൻ കഴിയും. ആ ഹാൻഡ്സ് ക്ലാപ്പ് 10 ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ്സ് ക്ലാപ്പിന്റെ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ പിന്നെ മുകളിൽ നിന്ന് ശ്വാസം എടുത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ ശ്വാസം വിടുക. വിട്ടിട്ട് അപ്പ് എന്ന് ട്രെയിനർ പറയുമ്പോൾ
ആ സമയത്ത് വീണ്ടും ശ്വാസം എടുത്ത് മുകളിലേക്ക് നിന്നിട്ട് നമ്മളിങ്ങനെ ബാക്കോട്ട് ശരിക്കും ബെൻഡ് ചെയ്യണം. ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിവർന്ന് നിൽക്കേണ്ടത്. അപ്പോ ശരിക്കും ബോഡിക്കൊക്കെ അത് നല്ലൊരു എഫക്റ്റീവായിട്ട് നമുക്ക് തന്നെ നല്ലൊരു ഫീലിംഗ് വരും അതൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഫിംഗർ ലോക്ക്, ബാക്കിൽ ലോക്ക് ചെയ്യുക. ആദ്യം ബാക്കിൽ ലോക്ക് ചെയ്തിട്ട് നമ്മൾ കുനിഞ്ഞിട്ട് ഈ ലോക്ക് ചെയ്ത ഫിംഗേഴ്സ് കൈയും കൂടി നമ്മൾ ഉയർത്തണം. നമുക്ക് എത്ര ഉയർത്താൻ കഴിയോ അത്ര നമ്മൾ ഉയർത്താം. എന്നിട്ടാണ് പിന്നെ ശ്വാസം വിട്ടതിന് ശേഷം മുകളിലേക്ക് പൊങ്ങേണ്ടത്. അത് 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫിംഗർ ലോക്ക് ബാക്ക് തന്നെ കണ്ടിന്യൂഷൻ വരുന്നത്. നമ്മൾ ബാക്കിലൂടെ കൈയിനെ താഴ്ത്തി ഞെരിയാണി പിടിച്ച് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പൊങ്ങുക. അപ്പോഴും ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് വാരിക്കോസ് വെയിൻ ഉള്ളവർക്കാണ്. വാരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഈ ഫിംഗർ ബാക്ക് ലോക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലിന്റെ 2 മടക്കില്ലേ, ആ മടക്കിൽ നല്ലോണം നമ്മൾ പ്രഷർ ചെയ്യണം ഓരോ പ്രാവശ്യം കൈ താഴേക്ക് പോകുമ്പോഴും. അത് ഈ പിന്നെ വാരിക്കോസ് വെയിനിന്റെ പ്രശ്നമുള്ളവർക്ക് ഒരുപാട് മെച്ചം ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. പിന്നെ സിറ്റപ്പാണ്. സിറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നിട്ട് എണീക്കലാണ്. അപ്പൊ അത് ഒരുപാട് പേർക്ക് ആദ്യം ഇരിക്കാനൊന്നും പറ്റൂല. അത് നമുക്ക് എത്ര ഇരിക്കാൻ പറ്റുമോ അത്ര വരെ നമ്മൾ ഇരുന്നാൽ മതി. അല്ലാതെ ബുദ്ധിമുട്ടി ആദ്യം ചെയ്യരുത്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ശരിക്കും ഫിംഗറിലൊന്നിങ്ങനെ നമ്മൾ ഏന്തി നിന്നിട്ടാണ് കൈ രണ്ടും ചുരുട്ടി പിടിക്കുക മുന്നോട്ടേക്ക് നീക്കിയിട്ട്. ഈ കയ്യിലാണ് നമ്മുടെ ശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക. ഇരുന്നിട്ട് പിന്നെ ജസ്റ്റ് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിലൊക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നിട്ട് ശ്വാസം വിട്ടതിന് ശേഷം പൊങ്ങുക. അതും തന്നെ നമ്മുടെ ഈ ഫിംഗേഴ്സിനും കാലിനും നല്ലൊരു എക്സസൈസ് ആണത്. പിന്നെ പുഷ് ആൻഡ് പുൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ബുദ്ധിമുട്ട്, ആകെ ഇതിൽ 3 എക്സസൈസേ ബുദ്ധിമുട്ടുള്ളതുള്ളൂ. ആദ്യമുള്ള ജമ്പിങ് ജാക്സും ഈ സിറ്റപ്പും പിന്നെ ടോ ജമ്പിങ്ങും, അത് 3ആണ്. ഇത് 3 കഴിയുമ്പോഴും റിലാക്സ് ചെയ്യാനുള്ള ഓരോ എക്സസൈസ് അതിന്റെ ഇടയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സിറ്റപ്പ് കഴിഞ്ഞ ഉടനെ നമുക്ക് റിലാക്സ് ചെയ്ത് ചെയ്യാനാണ് നമ്മൾ ആ കൈ 2 കൈയും ലോക്ക് ചെയ്ത് വയറിനെ ശരിക്കും ഉള്ളോട്ടേക്ക് എടുത്തിട്ട് വിടുക. അതൊരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും റിലാക്സ് ആവും. പിന്നെ വയറിന് അക്യുപ്രഷറാണ്. അക്യുപ്രഷർ എന്ന് പറയുമ്പോൾ അത് നല്ലോണം നമ്മൾ 5 വിരലും വെച്ച് വയറിനങ്ങനെ ഉടച്ചിട്ട് നമ്മളെ ഫാറ്റൊക്കെ ഉടക്കുകയാണ്, ഫാറ്റിനെ ഉടക്കുക. അപ്പൊ ഡെയിലി ഇപ്പൊ അത് നമുക്ക് കാലി വയറുള്ളപ്പോൾ വേണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ ചെയ്യാന്നാണ് അവർ പറയുന്നത്. അപ്പൊ ശരിക്കും ആ ഫാറ്റൊക്കെ വയറിൽ അടിഞ്ഞു, നമ്മൾ സ്ത്രീകൾക്കാണല്ലോ ആ ഒരു പ്രശ്നം, ആ ഫാറ്റൊക്കെ ശരിക്ക് പോകുന്നാണ് അവർ പറയുന്നത്. അത് ഒരുപാട് പേർക്ക് അത് അനുഭവമാണ്. ഇപ്പൊ വയറൊക്കെ നമ്മളിത് ലൂസായി പോകും പിന്നെ ചെയ്യുമ്പോൾ. പിന്നെ അതിന് തൊട്ട് വരുന്നത് അബ്ഡോമൻ വൈബ്രേഷൻ ആണ്. വയറിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ പ്രഷർ ചെയ്യാം. പ്രഷർ ചെയ്യുമ്പോൾ വയറിങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കുക. അതെന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടല്ലോ, എപ്പോഴും തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ നമുക്ക് മൂത്രം ഉറ്റിപ്പോകുന്ന ഒരു പ്രശ്നം വരുന്നവരാണല്ലോ നമ്മൾ. അപ്പൊ അതിന് ഒരുപാട് മെച്ചാണ്. അത് അനുഭവമാണ്, എനിക്കത് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്. അത് നിങ്ങൾക്ക് മാറും. കാരണം പിന്നെ അത് നമ്മൾ ശരിക്കും ഇങ്ങനെ വയറിങ്ങനെ ഇളക്കുമ്പോൾ ആ ഞരമ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടാണല്ലോ അത് ചെയ്യുക. അപ്പം നല്ലോണം അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇത് ഒരുപാട് പേര് ഇത് ഇങ്ങനെ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഇത് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഇതിലുള്ള ഏത് എക്സസൈസ് നിങ്ങൾ ചെയ്യുമ്പോഴും 2 കാലും അടുപ്പിച്ച് വെക്കണം. അത് ഒരു കീപ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 2 കാലിനെ അടുപ്പിച്ച് വെക്കണം. അപ്പൊ കാല് വിട്ട് വെച്ചിട്ട് ചെയ്യരുത്. അവർ പറയണത് എന്താ വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ജോലി നിങ്ങൾ നിന്നിട്ട് പത്തിരി വരത്താണ്, പിന്നെ എന്തെങ്കിലും കറിക്ക് അരിയാണ്, എന്ത് പണി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാല് 2 എപ്പോഴും അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കണം. കാല് വിട്ട് വെക്കുമ്പോഴാണ് ഒരു കാലിന് പ്രശ്നം, പിന്നെ അടുത്ത കാലിന് വേദന, അങ്ങനെയുള്ള വേദനകൾ വരുന്നത്. അപ്പൊ ഇതിലുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം പറയണത് എന്താ വെച്ചാൽ കാല് അടുപ്പിച്ച് വെച്ചിട്ട് ഓരോന്നും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ടോ ജമ്പിങ് ആണ് വരുന്നത്. ടോ ജമ്പിങ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ആരും മടമ്പുകാല് കുത്തി നിന്നിട്ട് ചാടരുത്, ഫിംഗറിലാണ് ചാടേണ്ടത്. അത് അവർ പറയും, നമ്മൾ പട്ടാളക്കാർക്കൊക്കെ അവർ പറഞ്ഞു കൊടുക്കണ എന്താ വെച്ചാല്, പിന്നെ എവിടെ നിന്ന് ഉയർന്നൊക്കെ താഴേക്ക് ചാടുമ്പോഴൊക്കെ ഫിംഗർ വെച്ചിട്ട് ചാടണം. കാലിന്റെ
ബാക്ക് ഭാഗം വെച്ചിട്ട് ചാടരുത്. അപ്പൊ അത് ഞരമ്പിനൊക്കെ പൊട്ടാനും ഇതിനൊക്കെയുള്ള സാധ്യത ഉണ്ട്. പിന്നെ മുട്ടുവേദന ഉള്ളവർക്ക് അത് അധികമാവും, കാലിന്റെ മടമ്പ് വെച്ച് ചാടിക്കഴിഞ്ഞാൽ. അപ്പം ഈ ടോ ജമ്പിങ് എപ്പോഴും ചെയ്യേണ്ടത് എന്താ വെച്ചാല് പിന്നെ കാലിന്റെ ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് മടമ്പുകാൽ പൊക്കി വെച്ചിട്ടാണ് ചാടേണ്ടത്. അത് ഇതുപോലെ 25 പ്രാവശ്യമാണ് ഓരോ ഭാഗത്തും ചാടേണ്ടത്. ഫ്രണ്ടിൽ 25 പ്രാവശ്യം. അത് കഴിഞ്ഞ് റൈറ്റ് ടേൺ പറയുമ്പോൾ നമ്മളെ റൈറ്റ് ഭാഗത്തേക്ക് നമ്മൾ തിരിയുക, അത് 25 പ്രാവശ്യം. വീണ്ടും റൈറ്റ് ടേൺ പറയുമ്പോൾ നമ്മുടെ വലതു ഭാഗം നോക്കിയിട്ട് തിരിയുക. അപ്പൊ അങ്ങനെ ഈ 125 പ്രാവശ്യമാണ് നമ്മൾ ചാടുന്നത്. ഈ 125 പ്രാവശ്യം കറക്റ്റ് ചാടുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ നമ്മൾ നടന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. 5 കിലോമീറ്റർ ഒരാൾ നടക്കുകയാണ്, ആ ഫലം ഈ ഒരു ചാട്ടത്തിൽ കിട്ടും. അത് വലിയ ഉയരത്തിൽ ചാടൊന്നും വേണ്ട, ജസ്റ്റ് പൊങ്ങി പൊങ്ങി ഇങ്ങനെ താഴെ ഈ ഇതില് ഫിംഗറിൽ. ഇത് ചെയ്താൽ ഈ ഒരു ഗുണമാണ് കിട്ടുന്നത്. 5 കിലോമീറ്റർ നടന്നതിനുള്ള ഗുണമാണ് കിട്ടുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, ആരും മടമ്പ് വെച്ചിട്ട് ചാടരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫേസ് മസാജിങ്. ഫേസ് മസാജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ മുഖത്തിന് ഭംഗി കൂടാ എന്നുള്ളതാണ്, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അത് കൈ ശരിക്ക് ചൂടാക്കിയിട്ട്, കൈവെള്ളം നല്ലോണം ചൂടായാൽ ഈ കൈവെള്ളനാണ് നമ്മൾ കണ്ണിന്റെ മുകളിൽ വെക്കേണ്ടത്. കണ്ണിന്റെ മുകളിൽ വെച്ച് 2 ചൂണ്ടുവിരൽ കൊണ്ട് നമ്മൾ മൂക്കിന്റെ 2 സൈഡ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കവിളിനെ മുകളിലേക്ക് പൊന്തിച്ച്, കവിളിനുള്ള പിന്നെ നെറ്റി അടക്കം, കവിള് പൊന്തിച്ച് നെറ്റി അടക്കം തടവി 3 പ്രാവശ്യം അത് ആവർത്തിക്കണം. 4ാമത്തെ പ്രാവശ്യം മൂക്ക് തടവിയതിന് ശേഷം കണ്ണിന്റെ മുകളിലൂടെ 2 കൈയും പുറത്തേക്ക് എടുക്കുക. കണ്ണിന്റെ മുകളിൽ കണ്ണും പുരികവും കൂടി പിടിച്ചോണ്ട് അതിനങ്ങനെ പുറത്തേക്ക് എടുക്കുക. അത് 3 പ്രാവശ്യം അങ്ങനെ ചെയ്യണം. അതിൽ അവര് ട്രെയിനേഴ്സ് ആദ്യം 1 പറയും. 1 പറയുമ്പോൾ നമ്മൾ കൈ ചൂടാക്കുക. സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിന്റെ മുകളിൽ വെക്കുക, പിന്നെ മസാജ് ചെയ്യുക. ഒരിക്കലും കവിള് താഴേക്ക് മസാജ് ചെയ്യരുത്, കാരണം നമ്മളെ ബോഡി ശരിക്കും ഹീറ്റായി നിൽക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ കവിള് ഇങ്ങനെ താഴേക്ക് വന്നു പോകും. അപ്പൊ ഒരിക്കലും അത് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോ നമ്മളോട് പറയുണ്ടല്ലോ, ചൂടുവെള്ളത്തിൽ കവിളിൽ വെള്ളം വെച്ചിട്ടാണല്ലോ നമ്മളോട് ഇങ്ങനെ കഴുകാൻ പറയാ, ഈ തരത്തികളൊക്കെ പറയല്. അപ്പൊ അതാണ് നമുക്കത് ഫീൽ ചെയ്യുക അവര് പറയുമ്പോൾ. കാരണം കവിള് താഴേക്ക് വരരുത്, മുകളിലേക്ക് പൊന്തിക്കണം. മുകളിലേക്ക് പൊന്തിച്ചിട്ട് കണ്ണിന്റെ മുകളിൽ കൂടെ അതിനെ മസാജ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് എടുക്കണം. ആ ഫേസ് മസാജിങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യമാണ്. അത് 3 പ്രാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ലാപ്പിംഗ് ആണ്. ക്ലാപ്പിങ്ങും ഈ ഒരു എക്സസൈസിൽ പെട്ട തന്നെയാണ്. കൗണ്ട് ചെയ്യും അവര്, എത്ര ആളാണ് വന്നത് എന്നുള്ള അറിയാൻ ഒരു കൗണ്ടിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ക്ലാപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ 10 ഫിംഗേഴ്സിനുള്ള ഒരു എക്സസൈസ് ആണെന്നാണ് അവർ പറയുന്നത്. ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മൾ 1 എന്ന് പറയുമ്പോൾ 1 പ്രാവശ്യം അടിക്കും, 2 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം, പിന്നെ 3 പറയുമ്പോൾ 3 എണ്ണം, 4 എന്ന് പറയുമ്പോൾ 4 എണ്ണം, 5 എന്ന് പറയുമ്പോൾ 1 2 1 2 3 അങ്ങനെ 3 പ്രാവശ്യം കൂടി ചെയ്തിട്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതാണ് ഇതിലുള്ള 21 എക്സസൈസ്. ഇതാണ് ഇത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. വീഡിയോ ഒന്നായിട്ടുള്ള വീഡിയോ ഉണ്ട്, പക്ഷെ അതിൽ 10 എണ്ണം ചെയ്യുന്നുണ്ടാവില്ല അവര്, 3 4 എണ്ണം കാണിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ പറയുന്നതൊക്കെ 10 എണ്ണം ചെയ്യണം. എല്ലാം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ചെയ്യേണ്ടത്. ഈ നീ റൊട്ടേഷൻ ഫസ്റ്റ്, ആംഗിൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇടത്തെ കാലിനെ ഇടത് ഭാഗത്തേക്ക് 10 പ്രാവശ്യം വലത് ഭാഗത്തേക്കും ചെയ്യണം. എന്നിട്ടാണ് വലത്തെ കാലിനെ ഇടത് ഭാഗത്ത് 10 പ്രാവശ്യം, വലത്ത് ഭാഗത്തേക്ക് 10 പ്രാവശ്യം. അത് ആംഗിൾ റൊട്ടേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഒരു കാലിനെ 2 ഭാഗവും 10 10 വീതം ചെയ്തതിന് ശേഷമാണ് ലെഗ് ചേഞ്ച് ചെയ്യുന്നത്. എന്നിട്ട് അതും അതുപോലെ തന്നെ 2 ഭാഗം ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ്. ഇത് നിങ്ങൾ ശരിക്ക് ഇതിനൊരു ചാർട്ട് തന്നെ ഉണ്ട്. ആ ചാർട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും. പിന്നെ അതുപോലെ എക്സസൈസ് ചെയ്യുന്നതും ഇട്ട് തന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ എളുപ്പമാണ്. എല്ലാവരും കൂടി ചെയ്യുമ്പോഴാണ് അതിനൊരു ഭംഗി. എന്ത് സംഗതിയും മന്ദസ്ഥാത്ത പറയല്ലേ, ജമായത്തിനാണ് അള്ളാന്റെ അടുത്ത് പ്രതിഫലം. അതുപോലെ ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ബോഡിക്കുള്ള ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടുക. നിങ്ങൾ കുറച്ച് പേര് നിന്ന്, ഒരാൾ അത് മുമ്പിൽ നിന്ന് നമ്പേഴ്സ് പറയുമ്പോൾ അതിനനുസരിച്ച് എല്ലാവരും കറക്റ്റ് ചെയ്തു പോകും. നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിൽ അത്ര ഒരു പെർഫെക്ഷൻ കിട്ടൂല എന്നാണ്. പക്ഷെ ചെയ്യുന്നവരും ഉണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ അത് ചെയ്യാം. മെയിനായിട്ട്
ഇതൊരു ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റത്തിന് കഴിയും തന്നെ ഉറപ്പാണ്. ചെയ്തവരൊക്കെ അത് സമ്മതിച്ചതാണ്. എനിക്കൊക്കെ അനുഭവമാണ്.